കലി മലയാള സിനിമയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഓരോ നിമിഷവും അത്ഭുതത്തോടെയാണ് ആരാധകർ കാണുന്നത്. ഒരു വശത്ത് വിവാദം കത്തുന്നു, പക്ഷേ സിനിമാ ലോകത്ത് എമ്പുരാൻ തമ്പുരാനായി വാഴുന്നു. ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. ഞായറാഴ്ച എമ്പുരാൻ അഡ്വാൻസായി നേടിയത് വൻ തുകയാണ്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ എമ്പുരാൻ കാണാൻ തിയേറ്ററുകളിൽ ജനപ്രവാഹമാണ്. വ്യാഴാഴ്ച റിലീസ് ചെയ്ത എമ്പുരാനിലെ ചില രംഗങ്ങൾ വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിരുന്നു. ചിത്രത്തിൽ നിന്ന് ചില വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചെത്തിയിരിക്കുകയാണ് മോഹൻലാൽ. അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തിയെന്നും താരം പറഞ്ഞു. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. എന്നാൽ വിവാദങ്ങൾക്കിടെ എമ്പുരാൻ കാണാൻ ജനപ്രവാഹമാണ് ഇപ്പോൾ ഉള്ളത്. എമ്പുരാൻ സിനിമയിലെ വിവാദമായ രംഗങ്ങൾ ഒഴിവാക്കി പുതിയ പതിപ്പ് അടുത്ത ആഴ്ച തിയേറ്ററുകളിൽ എത്തുമെന്ന സൂചന ലഭിച്ചതോടെയാണ് വെട്ടിമാറ്റുന്നതിന് മുമ്പ് എമ്പുരാൻ കാണാൻ തിരക്കേറുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സിനിമയുടെ ബുക്കിംഗ് 2 ലക്ഷം കവിഞ്ഞുവെന്നാണ് സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്. വീക്കെൻഡും ഈദ് അവധിയും ഒരുമിച്ച് വന്നതോടെ കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ എമ്പുരാൻ കണ്ട് അവധി ആഘോഷിക്കാൻ എത്തുകയാണ്. അതേസമയം ഞായറും തിങ്കളും അവധിയായതിനാൽ ചൊവ്വാഴ്ച മാത്രമായിരിക്കും സെൻസർ ബോർഡ് എമ്പുരാന്റെ റീസെൻസറിംഗ് പരിഗണിക്കുകയുള്ളൂ എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പതിപ്പ് വ്യാഴാഴ്ചയോടെയായിരിക്കും തിയേറ്ററുകളിൽ എത്തുക. ഇതോടെ റീ എഡിറ്റ് ചെയ്യുന്നതിനു മുമ്പ് സിനിമ കാണുന്നതിന് കാഴ്ചക്കാർക്ക് കുറച്ചു ദിവസം കൂടി ലഭിക്കും. ആദ്യ 30 മിനിറ്റിൽ കാണിക്കുന്ന കലാപരംഗങ്ങളുടെ 17 ഭാഗങ്ങളാണ് റീ എഡിറ്റ് ചെയ്യുന്നത്. അതിനിടയിലും എമ്പുരാൻ ആഗോളതലത്തിൽ കുതിപ്പ് തുടരുകയാണ്. 48 മണിക്കൂറിൽ എമ്പുരാൻ 100 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. പല തിയേറ്ററുകളിലും മാരത്തോൺ ഷോകളാണ് സിനിമയ്ക്കായി നടക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരു റെക്കോർഡ് കൂടി സിനിമയെ തേടി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമ ബുക്ക് മൈ ഷോയിലൂടെ നടത്തിയിരിക്കുന്നത്. 345K ടിക്കറ്റിന് മുകളിലാണ് സിനിമ വിറ്റഴിച്ചത്. ഇത് എമ്പുരാനൊപ്പം റിലീസ് ചെയ്ത മറ്റ് സിനിമകളേക്കാൾ കൂടുതലാണ്. ഓവർസീസിൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി എമ്പുരാൻ മാറിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 80 കോടിയോളം ഇപ്പോൾ എമ്പുരാൻ ഓവർസീസിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട്.